Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Workaby. ഞാൻ ആഷിക് ജോയ്. As usual, let us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra, panem nostrum quotidianum, da nobis hodie, et dimite nobis debita nostra, sicut et nos dimitimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തെ പറ്റിയിട്ടാണ്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യമായിരിക്കും. വളരെ 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 ഗൗരവകരമായിട്ടുള്ളതാണ്. വിശുദ്ധ അൽഫോൺസ് ലിഗോരി ഇതിനെപ്പറ്റി പറയണത് ദ മ്യൂട്ട് ഡെവിൾ എന്നാണ്. അതായത് ഒരു സ്ത്രീയെ പറ്റിയിട്ടാണ് അൽഫോൺസ് ലിഗോരി പറയണത്. ഈ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ച വളരെ വേദനാജനകമായൊരു സംഭവം. മറ്റൊന്നുമല്ല, ഈ സ്ത്രീ വളരെ വിശുദ്ധി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ആഴ്ചയും കുമ്പസാരിക്കും, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോവും, ഞായറാഴ്ചയൊക്കെ വിശുദ്ധമായിട്ട് ആചരിക്കും. അതുപോലെ ഇടവകയായിട്ട് നല്ല ബന്ധമാണ്, പ്രാർത്ഥിക്കും, പാവങ്ങൾക്ക് ദാനധർമ്മം ചെയ്യും. ഇങ്ങനെയെല്ലാം ജീവിച്ച് ആ ഇടവകയിലെ ആളുകൾ ഈ സ്ത്രീയെ ഒരു വിശുദ്ധയായിട്ടാണ് കണ്ടിരുന്നത്. വളരെ ഭക്തിയായ സ്ത്രീ. അപ്പോൾ ഈ സ്ത്രീക്കും അറിയാം, ഇവർക്കും അറിയാം, എന്നെപ്പറ്റി ഇടവകക്കാർ പറയുന്നത് ഇങ്ങനെയാണ്, ഞാനൊരു വിശുദ്ധയാണ് എന്നാണ് എന്നെപ്പറ്റിയിട്ട് ഇടവകക്കാരും പറയുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും ഇവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ, നമ്മളെപ്പറ്റി കുറച്ച് പേര് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കാറ്. ഈശോ എന്നെപ്പറ്റി എന്ത് പറയുന്നു എന്ന് നമ്മളൊരിക്കലും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഭക്തഭ്യാസങ്ങൾ യാന്ത്രികമായിട്ട് പോവുകയാണ്. പള്ളിയിൽ പോകുന്നത് ആരെങ്കിലുമൊക്കെ കാണിക്കണം എന്ന അവസ്ഥയിലോട്ട് പോവുകയാണ്. അതുപോലെ ഇവളെപ്പറ്റി ആളുകൾ പറയുന്നത് നേരത്തെ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളതായിരുന്നു പിന്നീട് ഇവളുടെ ധർമ്മം. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഒരു ദിവസം ഇവളൊരു മാരക പാപത്തിൽ വീണു. ഈ മാരക പാപം ഒരു തവണയേ വീണുള്ളൂ, ഒരു മാരക പാപമേ ഉള്ളൂ. ഒരു മാരക പാപം മതി നമ്മളെ നിത്യനരകാഗ്നിയിലോട്ട് നയിക്കാൻ. നമ്മുടെ തെറ്റായൊരു ചിന്തയാണ്, കുറേ മാരകപാപം ചെയ്താലേ നരകത്തിൽ പോവുള്ളൂ. ഇല്ല, ഒരു മാരകപാപം നമ്മുടെ ആത്മാവിലെ സകല കൃപകളും വട്ടപൂജ്യമാക്കും, എന്നേക്കുമായിട്ട് ദൈവമായിട്ട് നമ്മളെ വിച്ഛേദിക്കും. പിന്നീട് നമുക്ക് ദൈവമായിട്ട് ആ സൗഹൃദത്തിൽ തിരിച്ചു വരണമെങ്കിൽ കുമ്പസാരത്തിലൂടെ അല്ലാതെ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ ഈ മാരകപാപം ചെയ്ത ഈ പെൺകുട്ടി കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് പോയി. കുമ്പസാരക്കൂട്ടിലെത്തി. തനിക്കറിയുന്ന അച്ഛനാണ് കുമ്പസാരക്കൂട്ടിലുള്ളത്. ഇങ്ങനെ പാപം കുമ്പസാരിക്കാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറഞ്ഞ ദ മ്യൂട്ട് ഡെവിൾ ഇവളുടെ കഴുത്തിന് കയറി പിടിച്ചു. അതായത് അവൾ മാരക പാപം പറഞ്ഞില്ല. സാത്താൻ പറഞ്ഞു, നീ ഇപ്പം പറയണ്ട, കാരണം നിന്നെ പറ്റിയിട്ട് നല്ലൊരു അഭിപ്രായമാണ് ഈ അച്ഛനുള്ളത്, നിൻ്റെ ഇടവകക്കാർക്കുള്ളത്. അപ്പം നീ ഈ മോശം പാപം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെപ്പറ്റി അച്ഛൻ എന്ത് വിചാരിക്കും, അതുകൊണ്ട് നീ ഇപ്പം പറയണ്ട എന്ന് പറഞ്ഞിട്ട് അവളുടെ ചിന്തയിൽ ഒരു ചിന്ത കൊടുത്തു. അവൾ ബാക്കി എല്ലാ പാപവും പറഞ്ഞു, ഈ ഒരൊറ്റൊരു പാപം പറഞ്ഞില്ല. എന്നിട്ട് അടുത്ത ദിവസം മുതൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ വർഷങ്ങളോളം ഇത് തന്നെ തുടർന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? അന്ന് കുമ്പസാരിച്ച കുമ്പസാരം അസാധുവാണ്. ആ കുമ്പസാരത്തിൽ മാരകപാപം ബോധപൂർവം ഏറ്റുപറയാത്തത് കൊണ്ട് അന്ന് കുമ്പസാരിച്ച എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഒരു പാപം കൂടി അവളുടെ മുകളിൽ വരികയാണ്. കള്ളക്കുമ്പസാരം നടത്തി എന്നതൊരു പാപം കൂടെ വരുന്നു. ഓൾറെഡി ഒരു മാരകപാപം ചെയ്തു, ഇപ്പോൾ അടുത്ത പാപമായി എന്താണ്? കള്ളക്കുമ്പസാരം നടത്തി. മൂന്നാമതൊരു പാപം കൂടിയായി എന്താണ്? അയോഗ്യതയോടുകൂടെ കർത്താവിൻ്റെ തിരുശരീരം തിരുരക്തം ഭക്ഷിച്ചു എന്നുള്ളത്. അതും ഒരു തവണയല്ല, അവിടെ ഒരു വർഷം 365 ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ 365 തവണ ഇതേ മാരകപാപം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീടും അവൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ സാത്താൻ പറയാണ്, ഇനി നീ പറയാൻ പോവാണോ അന്ന് കള്ളക്കുമ്പസാരം നടത്തിയെന്നുള്ളത്? അച്ഛൻ എന്തായിരിക്കും നിന്നെപ്പറ്റി വിചാരിക്കുക? അപ്പം നീ അന്ന് പറഞ്ഞതൊക്കെ നുണയായിരുന്നു എന്ന് അച്ഛന് തോന്നത്തില്ലേ? അവിടെ നീ ഇപ്പം കുമ്പസാരിക്കണ്ട എന്ന് പറഞ്ഞ് സാത്താൻ പിന്നെയും അവളെ കൊണ്ട് കള്ളക്കുമ്പസാരം നടത്തിച്ചു. ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇവൾ തൻ്റെ യൗവനത്തിലാണ് ഈ മാരകപാപം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവൾ പ്രായമായി മരിക്കാൻ കിടക്കുകയാണ്. കട്ടിലിൽ വെച്ച് ഇവൾക്ക് തോന്നുകയാണ്, ഇത് അവസാനത്തെ ചാൻസാണ്, ഇനി എനിക്ക് ചാൻസ് ഇല്ല, ഇപ്പോഴെങ്കിലും ഈ അച്ഛനോട് ഇത് പറയണം എന്ന് പറഞ്ഞപ്പോഴും ഈ മ്യൂട്ട് ഡെവിൾ വന്ന് ഇവളുടെ കഴുത്തിന് പിടിക്കുകയാണ്, പറയുകയാണ്,
നീ ഇത് കുമ്പസാരിക്കാൻ പോവാണോ? നിന്നെ പറ്റിയിട്ട് ഇടവക്കാരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് എന്താണ്? നീ ഒരു വിശുദ്ധയാണെന്നാ. അപ്പോൾ ഇത്രയും കാലം നീ സമ്പാദിച്ച ഈ സൽപ്പേര് നീ ഇപ്പം കളയത്തില്ലേ? കുമ്പസാരിക്കണോ? വേണ്ട, അത് കുമ്പസാരിക്കണ്ട എന്ന് പറഞ്ഞ് ഏറ്റവും ലോകത്തിലെ നിർഭാഗ്യയായ മനുഷ്യരിൽ ഒരാളായിട്ട് ഈ സ്ത്രീ എണ്ണപ്പെടുകയാണ്. പക്ഷേ ഈ സ്ത്രീക്ക് ലഭിച്ച ശവസംസ്കാര ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു. വൈദികർ വരുന്നു, പ്രാർത്ഥിക്കുന്നു, പൂക്കളും കുരിശും എല്ലാം വെച്ച് അലങ്കരിച്ച് വളരെ മനോഹരമായിരുന്നു. അങ്ങനെ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു വിശുദ്ധനായ ഒരു വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. അപ്പം പ്രത്യക്ഷപ്പെടുന്നത് വളരെ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ, തീ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് ഈ സ്ത്രീ പറയുന്നു, നോ ദാറ്റ് ഐ ആം ദ മിസറബിൾ വുമൻ ഹൂ യു ബിലീവ്ഡ് വാസ് എ സെയിൻറ്റ്. ഞാൻ നിർഭാഗ്യവതിയായ ആ സ്ത്രീ, നിങ്ങൾ വിശുദ്ധയാണെന്ന് കരുതിയ ആ നിർഭാഗ്യവതിയായ സ്ത്രീയാണ് ഞാൻ. ഫോർ എ സിൻ ഓഫ് മൈ യൂത്ത് വിച്ച് ഐ വാസ് എഷെയിംഡ് ടു കൺഫസ് ഐ ഹാവ് ബീൻ ഡാംഡ്. എൻ്റെ യൗവനത്തിൽ ഞാൻ ചെയ്തൊരു പാപം, ഒരു മാരക പാപം, അത് കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിമുഖത കാണിച്ചു, ഞാൻ മറച്ചു വെച്ചു. ആ ഒരൊറ്റ കാരണം പിന്നെ മല പോലെ കുന്നുപോലെ പാവങ്ങളായി ഇതാ ഞാൻ നശിച്ചിരിക്കുന്നു. ദ മ്യൂട്ട് ഡെവിൾ ക്ലോസ്ഡ് മൈ മൗത്ത് ഇൻ ദ കൺഫെഷണൽ. കുമ്പസാരക്കൂട്ടിൽ വെച്ച് ഈ മ്യൂട്ട് ഡെവിൾ എൻ്റെ വാ അടച്ചു. ആൻഡ് നൗ ഐ മസ്റ്റ് റിമെയിൻ ഇൻ ദീസ് ഫ്ലെയിംസ് ഫോർ ഓൾ എറ്റേണിറ്റി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ നിത്യതയോളം ഈ നിത്യനരകത്തിൽ, ഈ അഗ്നിയിൽ കിടക്കേണ്ടി വരികയാണ് എന്നുള്ളത്. എൻ്റെ പ്രിയമുള്ളവർ, ഇത് വളരെ വളരെ ഗൗരവകരമായൊരു കാര്യമാണ്. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ കരുതും, ഒരു ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ച പോണതിൽ ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ എന്താണ് കുഴപ്പം? ബോധപൂർവം നമ്മൾ കുർബാനയ്ക്ക് ഞായറാഴ്ച പോകാത്തത് അതൊരു മാരകപാപമാണ്. കൃത്രിമ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത് മാരകപാപമാണ്. പ്രസവം നിർത്തുന്നത് മാരകപാപമാണ്. ഇതിനൊക്കെ ആനുപാതികമായിട്ടുള്ള അനുതാപമോ പരിഹാരം ചെയ്തില്ലെങ്കിൽ നമ്മൾ നിത്യനരകാഗ്നിയിലോട്ട് നമ്മൾ പോകും. അപ്പോൾ ഈ സ്ത്രീ ഒരു തവണയും ഒരു മാരകപാപം ചെയ്തുള്ളൂ. നമ്മൾ ഒരേ മാരകപാപം എത്ര തവണ ചെയ്തെന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ ഞായറാഴ്ച പോയി നമ്മൾ നാവ് നീട്ടുന്നു, അടുത്ത മാരകപാപം നമ്മൾ ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വൈദികൻ ഇതിലും വലിയ പാപങ്ങൾ കേട്ട വൈദികനാണ്. അപ്പം നമ്മൾ ആ വൈദികൻ്റെ പാപം കുമ്പസാരിക്കുന്നതിൽ യാതൊരുവിധ ലജ്ജയും വേണ്ട. സാത്താനൊരു തന്ത്രമാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ സാത്താൻ പറയും, ധൈര്യമായിട്ട് ചെയ്തോ, ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ, ധൈര്യമായിട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൺഫിഡൻസ് തരും. എന്നിട്ട് പാപം ചെയ്ത് കഴിഞ്ഞിട്ടോ നമുക്ക് ലജ്ജ തരും. നീ ഈ പാപം ചെയ്ത് നീ പോയി കുമ്പസാരിക്കാൻ പോവാണോ, നിന്നെപ്പറ്റി അച്ഛൻ എന്താ വിചാരിക്കുക, നിന്നെ എപ്പോഴും കാണുന്നില്ലേ എന്ന്. ഒരു വൈദികനും ഒരു പാപവും ഒരിക്കലും ആരുടെ അടുക്കൽ ഓപ്പണായിട്ട് പറയത്തില്ല. ആ പാപം അവരങ്ങ് മറക്കും. ഇത് ഓർത്തുകൊണ്ടിരിക്കലല്ല അവരുടെ ജോലി. ഇനി കുമ്പസാരിക്കുന്ന കാര്യത്തെ പറ്റി രണ്ട് വാക്ക് ഞാൻ പറയട്ടെ. നമ്മൾ പലപ്പോഴും പള്ളിയിലോട്ട് ഇങ്ങനെ കയറി പോകുമ്പോൾ പെട്ടെന്ന് അച്ഛൻ കുമ്പസാരിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ പോയിട്ട് കുമ്പസാരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നുണ്ടോ എന്ന് ഡൗട്ടാണ്. കാരണം അനുദപിക്കുക, ഏറ്റുപറയുക, ഈ ഏറ്റുപറയലാണ് കുമ്പസാരക്കൂട്ടിൽ നടക്കുന്നത്. അനുദപിക്കുന്നത് ഇതിന് മുൻപേ നമ്മൾ നേരത്തെ അനുദപിച്ചിരിക്കണം. അതുകൊണ്ടാണ് നമുക്കൊരു പെർട്ടിക്കുലർ ഒരു ഡേറ്റ് വേണം. ഒരു 2 ആഴ്ച കൂടുമ്പോഴോ 8 ദിവസം കൂടുമ്പോഴോ 7 ദിവസം കൂടുമ്പോഴോ. ഓക്കെ, സാറ്റർഡേ എന്ന് പറഞ്ഞാൽ കൺഫെഷൻ ഡേ ആണ് എൻ്റേത്. അതുകൊണ്ട് വെള്ളിയാഴ്ച നമ്മൾ ഇതിനുവേണ്ടി ഒരുങ്ങണം. നമ്മുടെ മുറിയിലിരുന്ന് വ്യക്തിപരമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് പാപങ്ങൾ നമ്മൾ പേപ്പറിൽ എഴുതിയെടുത്തിട്ട് ഓരോ പാപം ഈശോയോട് പറഞ്ഞ് ഈശോ ക്ഷമിക്കണമേ, ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് അനുദപിക്കുക. അനുദപിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചോദിക്കുക. വിശുദ്ധ അഗസ്റ്റീൻ, വിശുദ്ധ മഗ്ദലേന മറിയം, പിന്നെ സമരിയക്കാരി സ്ത്രീയുടെ പേര് വേറെന്തോ ഉണ്ടായിരുന്നു, വിശുദ്ധ ഫോർട്ടസ്, അങ്ങനെ എന്തോ ഒരു പേരുണ്ടായിരുന്നു. ഈ 3 വിശുദ്ധർ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമുക്ക് നല്ല കുമ്പസാരം നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ പരിശുദ്ധ അമ്മയും അതുപോലെ തന്നെ നമ്മുടെ കാവൽമാലാഖി, ഇവരെയൊക്കെ കൂട്ടുപിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥിക്കുക, എനിക്ക് അനുതാപം തരണേ പരിശുദ്ധാത്മാവേ എന്ന്. എന്നിട്ട് നമ്മൾ ഈ പാപങ്ങൾ നമ്മുടെ മുറിയിൽ വെച്ച് അനുദപിക്കുക. അപ്പോൾ അനുദപിക്കുന്ന ഭാഗം കഴിഞ്ഞു. ഇനി അനുദപിച്ചു, നിങ്ങൾ നാളെ കുമ്പസാരിക്കാൻ പോകുമ്പോഴേക്കും ഒരു വാഹനാപകടത്തിൽ മരിച്ചു, നിങ്ങൾക്ക് നിത്യജീവനുണ്ട്, നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല നിങ്ങൾ മരിച്ചത്, നിങ്ങൾ അനുദപിച്ച് കഴിയും. അപ്പോൾ ശുദ്ധീകരണ സ്ഥലം വഴി നിങ്ങൾ സ്വർഗ്ഗത്തോട് കയറിപ്പോവും. അപ്പോൾ അനുദപിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം കുമ്പസാരക്കൂട്ട് പോയി പാവങ്ങൾ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് നമുക്ക് അനുദപിക്കാനുള്ള ടൈമില്ല.
അതുകൊണ്ട് ചാടിക്കയറി നമ്മൾ പോയി കുമ്പസാരിക്കരുത്. അങ്ങനെ കുമ്പസാരിച്ച പാപങ്ങളൊക്കെ ഒന്നുകൂടെ വന്ന് അനുദപിച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഏറ്റു പറയുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്കിനി പറ്റുന്നില്ല, ഒരുപാട് പാവങ്ങളുണ്ട്, അറിയുന്ന വൈദികരാണ്, നിങ്ങൾക്ക് സ്റ്റിൽ ഒരു ബോധ്യം വരുന്നില്ല, അച്ഛൻ ചിലപ്പോൾ അതൊക്കെ ചിന്തിച്ചാലോ എന്നൊക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് നിങ്ങൾക്ക് മണിക്കൂറുകൾ എടുത്ത് കുമ്പസാരിക്കാനുള്ള സൗകര്യം ഞാൻ ഒരുക്കി തരാം. 1, 2, 3 എത്ര മണിക്കൂർ നിങ്ങൾക്ക് വേണം, നിങ്ങൾ എത്ര പേപ്പറിൽ എഴുതി കൊണ്ടുവന്നാലും നിങ്ങൾക്ക് സമാധാനത്തോടെ നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് പോകാനുള്ള വഴി ഞാൻ ഒരുക്കി തരാം. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏറ്റവും ലാസ്റ്റ് എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ലൊക്കേഷനും വൈദികൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ തരാം. നല്ലൊരു കുമ്പസാരം നടത്തുക, നിത്യജീവൻ ഉറപ്പിക്കുക. അതുകൊണ്ട് പറയുമ്പോഴവരിത് വളരെ നിസ്സാരമായിട്ട് കാണരുത്. എൻ്റെ ആത്മാവിൻ്റെ ദാരിദ്ര്യാവസ്ഥ ഞാൻ മനസ്സിലാക്കുക. ഞാൻ ഇങ്ങനെയാണ്. നമ്മൾ സമ്പന്നരാണെന്ന് അഹങ്കരിച്ചാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവ് നിത്യനാശത്തിലോട്ട് പോകും. അപ്പോൾ പരിശുദ്ധ നമ്മുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലാന ഡോമിനസ് തേക്കും ബെനഡിക്താത്തുൻ മുളേരിബൂസ് et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe.